ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ മൈസൂർ റോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മൂലങ്കാവ് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ രോമം കല്ലായിട്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 12:15 മുതൽ വന്നിരിക്കണതാണ് ഇവിടെ. അപ്പോൾ സമയം എത്രയായി നോക്കിയിട്ടുണ്ടെങ്കിൽ 12 മണി മുതൽ ഇരിക്കുകയാണ്. 1:20 സമയം കേട്ടോ. 1 മണിക്കൂറും 20 മിനിറ്റായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവന് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെലുങ്കാനക്കാരനാണ് വരുന്നത്. ഇവന് മലയാളം ശരിക്കും അങ്ങനെ പറയാൻ അറിയില്ല. അത് ഞാനിങ്ങനെ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവൻ അറിയുന്ന ഭാഷയിൽ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു അടുത്തൊരു പമ്പിൻ്റെ അടുത്ത് എത്തി എന്നാണ് പറയുന്നത്. മൂലങ്കാവ് ഈ ഭാഗത്ത് ഇനി വേറെ പമ്പ്, ഇനിയിപ്പോൾ താഴേക്കൊരു പമ്പുണ്ട്, ആ പമ്പായിരിക്കാനാണ് ചാൻസ്. അപ്പം നല്ല ലോഡുള്ള വണ്ടി അതുകൊണ്ട് മെല്ലെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് ഇറക്കലും സൈറ്റ് വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം. ബൂമറാണ് കേട്ടോ. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഞാനിവർ വരുന്നത് കൊണ്ട് ഇവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് വരുന്നത്, എങ്ങനെയാണ് ലോഡ് വരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ദൂരം ഒന്ന് നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ആ വരുന്നതാണ് നമ്മുടെ വണ്ടി. ആ വരുന്നതാണ് നമ്മുടെ വണ്ടി. സംഭവം എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതിയെന്ന്. നമ്മളെ വണ്ടിക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് നമ്മളെ സൈറ്റിലേക്ക് ഇനി കൊണ്ടുപോകണം. ആ സൈഡ് നോക്കിക്കോ, അപ്പുറ സൈഡ് നോക്കിക്കോ. ഫുൾ മാറോ, ഫുൾ മാറോ. ഇവര് തെലുങ്ക് കേട്ടോ സംസാരിക്കുന്നത്. തെലുങ്ക് ഭാഷയാണ്. പക്ഷെ കന്നഡ പറഞ്ഞാലും ഇവർ അറിയും അല്ലേ? കന്നഡ ബರುತ್ತಲ್ಲ? ಕನ್ನಡ ಕನ್ನಡ ಬರುತ್ತಾ? ಹೌದಾ? ಅದು ಸರಿ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ റൂട്ടിനാണ് പോകേണ്ടത്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ നല്ല ഡ്രൈവറാട്ടോ. അച്ഛൻ ഇതിന് മുമ്പ് ആദ്യൊരു പിന്നെ ഡ്രൈവറായിരുന്നു മുരളി. ഇവന്റെ ഏട്ടനാണ്. അപ്പോൾ പുള്ളി ഇന്ന് ലീവാണ്, വീട്ടിലാണെന്നാ പറഞ്ഞത്. ಇಪ್ಪ ಎಲ್ಲಿಂದ ಲೋಡ್ ಬಂದಿರೋದು? ಎಲ್ಲಿಂದ ಲೋಡ್ ಬಂದಿರೋದು? ಇಲ್ಲ, ಆಂಧ್ರದಿಂದ ಬರ್ತಾ ಇದ್ದೀರಾ? ನಿಮ್ಮ ಹೆಸರು? ಬೆಳಿಗ್ಗೆ 10 ಗಂಟೆಗೆ ಅಲ್ಲಿಂದ ಬಂದಿದ್ದು. ನಿಮ್ಮದು ಹೆಸರೇನು? ವೆಂಕಟೇಶ್. ಅವ್ರ ಹೆಸರು ಸಂಜೀವ್ ರಾಯ್ಡು. ಗೊತ್ತಾಯ್ತದೆ. ಅದೇ ಸೈಟು, ಅದೇ. ಬ್ಯಾಂಗ್ಳೂರು ನೋಡಿದಿರಾ? ಬ್ಯಾಂಗ್ಳೂರು ಕಲ್ಲು ಅಲ್ಲೇ.
അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞ് വണ്ടിക്കാരന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ കയറിയതാണ് വണ്ടിയിൽ. അപ്പോൾ ഇവർക്ക് ഈ ലോഡിന് നമുക്ക് കുറച്ച് പൈസ കൊടുക്കാനുള്ളൂ കേട്ടോ. ഫുൾ ലോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാഫ് ലോഡിൻ്റെ പൈസയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 43 റുപ്യേൻ്റെ അടുത്ത് ഇവർക്ക് ഇന്ന് നമുക്ക് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഫുള്ളിഞ്ഞിപ്പോൾ ഇവിടുന്ന് റിവൈസ് പോകല്ലാണ്ട് വേറൊരു മാർഗ്ഗമല്ല. ഫുൾ ഓൺ റിവൈസാണ് പോകേണ്ടത്. കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ വീട്ടിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ. ഇപ്പോൾ എൻ്റെ വണ്ടി നിർത്തിയതാണ് കാണുന്നത്. അവിടെ കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ റോട്ടിലേക്ക്. കറക്റ്റ് അവിടെ കൊണ്ടേ ഇറക്കി വെച്ചാൽ ഓക്കെ, ക്ലിയർ. അങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മളെ വണ്ടി ഇവിടുന്ന് പോവാണ്. 12 കിലോ വണ്ടിയാണ് കേട്ടോ. നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ച വണ്ടിയാണത്. ഒരയിലാണ് ഇപ്പോൾ സാധനം കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആന്ധ്രാപ്രദേശ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് പറ്റൂല. നമുക്ക് KA അല്ലെങ്കിൽ KL വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. നമ്മൾ വേറൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് നേരെ ഇനി സൈറ്റിലേക്ക് പോവാം. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്ന് ഞാനിപ്പോൾ. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി നടക്കാണ്ട് കേട്ടോ സൈറ്റിലേക്ക്. സൈറ്റിലെത്തുന്നവരെയാണ് ഇനി ടാസ്ക്. ഹെവി ടാസ്ക്. നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് ഈ പണി കൂടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നടക്കാറുണ്ടെങ്കിൽ ലേശ റിസ്ക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് ഓരോ വീട്ടിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. ഏകദേശം ഞാൻ കറക്റ്റായിട്ട് അറിയില്ല, ഏകദേശം. അപ്പോൾ വണ്ടിക്കാരൻ്റെ പൈസ ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് ഓരോ പറഞ്ഞയച്ച് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുത്ത് ഞാനിപ്പോൾ നേരെ സൈറ്റിലേക്ക്. ഞാനിവിടെ നിർത്തിയിട്ട് വരുന്നുണ്ടോ. കാരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മുറ്റത്ത് നിർത്താൻ സ്ഥലമല്ല. അവിടെ പണി നടക്കുന്നതുകൊണ്ടും കല്ലിറക്കി വെച്ചുകൊണ്ടും അവിടെ തീരെ സ്ഥലമല്ല. അപ്പോൾ നമ്മളെന്താക്കി, വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇവിടെ സെറ്റാക്കി. ഓൺ റണ്ണിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് സൈറ്റിലേക്ക്. അങ്ങനെ നമ്മളത് വിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് ഇന്ന് വിരിക്കാനുള്ളത്. നാളെയാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വാട്ടർ ലെവലിങ്ങും പോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നാളെ തൊട്ട് നമ്മൾ വിരിച്ച് തുടങ്ങും, വിരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഗ്രാസും പുല്ലും സ്റ്റോണുമാണ് നമുക്ക് ഇവിടെ വിരിക്കാനുള്ളത്. അതുകൂടാതെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഇപ്പോൾ അവരിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ കേട്ടോ. നമുക്ക് വിരിക്കുമ്പോൾ നാളെ ഇൻഷാ അല്ലാ നാളെ വീഡിയോ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു വൈറ്റ്, 2 വൈറ്റ്, 3 ബ്ലാക്ക്, ആ ഒരു ലെവലിൽ. പിന്നെ അതവിടെ ഒരു ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അതിലിങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് കളിയാ, ക്രിക്കറ്റ് കളിയിലാണ്. അവൻ അങ്ങനൊരു ഇതുള്ളതാണ്. ക്രിക്കറ്റാ, ഫുട്ബോളല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ നിരത്താനൊക്കെ ഉണ്ട്. ഏകദേശം നാളെ വിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റോണൊക്കെ ഇറക്കി കഴിഞ്ഞ് എല്ലാം ക്ലിയറായി. അവർ പോയി വണ്ടിയൊക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് വിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വർക്ക് എടുക്കുന്ന വീട് കേട്ടോ. മൂലങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് വിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.